നവമാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ച റാം കെയർ ഓഫ് ആനന്ദിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യമുണ്ട്. പുതുതലമുറയെ ഇപ്പോൾ അത്രമാത്രം സ്വാധീനിക്കുന്ന പുസ്തകമായി ഇത് മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം റാം കെയർ ഓഫ് ആനന്ദിയുടെ കവറും സജീവമായി തന്നെ ഉപയോഗിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ട്രെൻഡിംഗ് ആയ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലെ ആ കവർ, അത് ഡിസൈൻ ചെയ്ത വ്യക്തിയെ അധികം ആർക്കും അറിയില്ല. അദ്ദേഹം എന്താ ഇവിടെയുണ്ട്. നമസ്കാരം. പുതുതലമുറ വോട്ടർമാരുടെ ഹൃദയം കീഴടക്കാൻ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി നോവലിന്റെ കവർ വ്യാപകമായി ഉപയോഗപ്പെടുത്തുകയാണ് സ്ഥാനാർത്ഥികൾ. ആലപ്പുഴക്കാരനും ഗ്രാഫിക് ഡിസൈനറുമായ ഹരിൻ കൈരളി പുന്നപ്രയാണ് ഇത് ഡിസൈൻ ചെയ്തത്. വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു. കാരണം അവൻ്റെ എല്ലാ ബുക്കുകളും അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള ബുക്കുകളാണ്. സോഷ്യൽ മീഡിയയിലാണ് അവൻ ആദ്യമായിട്ട് ബുക്കൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഈ രീതിയിലൊരു വൈറലാകുമെന്നുള്ള നമ്മളത് പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫിനെ വെച്ച് ആദ്യം കവർ ചെയ്തതും ഹരിനാണ്. പിന്നീട് സ്ഥാനാർത്ഥിയും അത് ഉപയോഗപ്പെടുത്തി. പിന്നീട് രാഹുൽ ഗാന്ധി, ആനി രാജ, MV ജയരാജൻ, ആന്റണി തുടങ്ങി രാഷ്ട്രീയ ഭേദമന്യേ സ്ഥാനാർത്ഥികൾ പുസ്തകത്തിന്റെ കവർ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ മിൽമയും അമൂല്യയും KSRTCയും കവർ ഏറ്റെടുത്തു. സന്തോഷമുള്ളൂ. മൈലേജ് കിട്ടുമെന്നുള്ളതല്ലേ. നമുക്ക് ആരും നമ്മുടെ പേരൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഒരാൾ പോലും നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ ഇടുന്നവർ ചിലരൊക്കെ നമ്മളറിയാവുന്നവർ മാത്രം ചെയ്ത ആൾ ഇന്ന ആളാണെന്നുള്ള പറഞ്ഞിട്ട്. കഥാപാത്ര ശരീരങ്ങളുടെ വൈകാരികതയാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ പട്ടികയിലേക്ക് ഇതുയർന്നു. ഒരു പുസ്തകത്തിന്റെ കവർ കണ്ടും അതിനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല എന്നതാണ് റാം കെയർ ഓഫ് ആനന്ദി നോവലിന്റെ പ്രത്യേകത. മനീഷ് മഹിബാൽ, 24, ആലപ്പുഴ.